മകളെ, ജെറുസലേം പ്രെയർ ലൈനിലേക്ക് 3 മിനിറ്റ് പ്രാർത്ഥനയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും ഏറ്റവും സ്നേഹത്തോടെ യേശുവിൻ്റെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുകയാണ്. നമ്മുടെ കുടുംബങ്ങൾക്കൊക്കെ വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഓരോ വ്യക്തികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഓരോ ദിവസവും ഒത്തിരിയേറെ സങ്കടങ്ങളുടെ കഥകളാണ് അച്ഛൻ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മെ ആശ്വസിപ്പിക്കാൻ കർത്താവിന് മാത്രമേ സാധിക്കൂ. നമ്മെ ശക്തിപ്പെടുത്താൻ യേശുവിന് മാത്രമേ സാധിക്കൂ. മുറിവുകൾ വെച്ച് കെട്ടാനും നേരായ വഴിയിലേക്ക് കൊണ്ടുവരാനും യേശുവിൻ്റെ തിരുഹൃദയം നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നുണ്ട്. ഇന്ന് ഇതാ കർത്താവിൻ്റെ വചനം. ആ വചനത്തെ നമ്മൾ ഏറ്റെടുക്കണം കേട്ടോ. വചനം എൻ്റെ കർത്താവ് എന്നോട് പറയുന്ന പോലെ കണ്ടെടുക്കുക. ജോയേൽ പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം 13-ാം വാക്യം. നിങ്ങളുടെ ഹൃദയമാണ് വസ്ത്രമല്ല കീറേണ്ടത്, നിങ്ങളുടെ ദൈവമായ കർത്താവിലേക്ക് മടങ്ങുവിൻ. മകളെ, നമ്മുടെ ഹൃദയത്തിലാണ് മാനസാന്തരം നടക്കേണ്ടത്. നമ്മുടെ ഹൃദയത്തിലാണ് വിശുദ്ധീകരണം നടക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിൻ്റെ മേഖലകളെ മുഴുവനായിട്ട് നിയന്ത്രിക്കുമ്പോഴാണ് നമ്മൾ ദൈവത്തിൻ്റെ പക്കലേക്ക് മടങ്ങി വരാൻ കൃപ നൽകുന്നത്. നിരന്തരമായ പാപമാർഗത്തിൽ ജീവിക്കുന്നവർക്ക് പുണ്യജീവിതത്തിൻ്റെ മാധുര്യമോ ശക്തിയോ മനസ്സിലാക്കാൻ പറ്റില്ല. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എത്ര ചെറിയ പാപമാണെങ്കിലും ലഘുവായ പാപമാണെങ്കിലും നമ്മിലെ പാപബോധത്തെയും അനുതാപത്തെയും കണ്ണുനീരിനെയും ഇല്ലാതാക്കും. അതാണ് അതിൻ്റെ പ്രശ്നം. എത്ര ചെറുതുമായിക്കൊള്ളട്ടെ, പാപബോധം നഷ്ടപ്പെടുത്തുന്നു, അനുതാപം ഇല്ലാതാക്കുന്നു, കണ്ണുനീരില്ലാതാക്കുന്നു. മാത്രവുമല്ല, ദൈവ ഭയത്തെയും ദൈവഭക്തിയെയും ലഘുപാപങ്ങളിലൂടെ നമ്മൾ ഇന്ന് നഷ്ടമാകും. ഒന്നുകൂടി പറയട്ടെ അച്ഛൻ, പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ മാധുര്യം നഷ്ടപ്പെടുത്തുന്നതാണ് ചെറുതും വലുതുമായിരിക്കുന്ന പാപങ്ങൾ, പാപ സാഹചര്യങ്ങൾ. ലഘുവായാലും മാരകമായാലും ദൈവത്തിന് നേരെ വാതിലടച്ചാൽ പിന്നെ വളർച്ച ഉണ്ടാകുകയില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ തിരിക്കാം. അനുതാപത്തോടെ, പശ്ചാത്താപത്തോടെ, പരിഹാര പ്രവർത്തികളോടെ യേശുവിൻ്റെ ഹൃദയത്തിലേക്ക് നമുക്ക് തിരിച്ചു നടക്കാം. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി നാം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇതാ യേശുവിൻ്റെ ആശീർവാദത്തിനായി ഒന്ന് ശിരസ് നമിച്ചേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും ഈ കൂട്ടായ്മയോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.